പല ആളിലേക്കും എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. പരസ്യമില്ലാതെ എലമെന്റ്സിന്റെ പ്രൊഡക്റ്റ് ഉണ്ടോ എന്നൊക്കെ പലയാളും ചോദിക്കാറുണ്ട്. ഇത് വായ്മൊഴിയാലുള്ള പരസ്യം. ഒരിക്കലും നിങ്ങൾ ചാനലുകളിൽ വെച്ചിട്ട് നമ്മുടെ എലമെന്റ്സ് ലിവ് അഗെയിൻ ഒന്നും നിങ്ങൾ കാണില്ല. പക്ഷെ ഇത് ഉപയോഗിച്ചിട്ട് കമ്പനി പറയുന്നത് അത് തന്നെയാണ്, നിങ്ങൾ ഇത് ഉപയോഗിക്കുക. ആദ്യം ഇത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത ആളിലേക്ക് റെക്കമെൻഡ് ചെയ്യും എന്നാ കമ്പനി പറയുന്നത്. അപ്പൊ ഉപയോഗിച്ചിട്ട് റിസൾട്ട് വന്ന വ്യക്തികൾ അടുത്ത ആളിലേക്ക് ഇത് റെക്കമെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിനകത്തൊരു വരുമാനം കിട്ടുന്നുണ്ട്. അതാണ് നേരത്തെ മോഹൻ സാർ പറഞ്ഞത്. ഇതേവരെയായിട്ട് നമ്മുടെ വീടിനടുത്തുള്ള കടയിൽ പോയിട്ട് എത്രയോ വർഷമായിട്ട് സോപ്പ് വാങ്ങിക്കുന്നുണ്ട്, മറ്റുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്നുണ്ട്. നമ്മൾ പല ഡോക്ടേഴ്സിനെയും റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്, പല ഹോട്ടൽസിനെയും റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഇതേവരെയായിട്ട് 1 രൂപ പോലും നമ്മുടെ ഒന്നും അക്കൗണ്ടിലേക്ക് വന്നിട്ടില്ല. പക്ഷേ ഈ ഇൻഡസ്ട്രിയിൽ വന്നു എന്ന ഒരു കാരണത്താൽ ഇതിൻ്റെ അകത്ത് രജിസ്ട്രേഷൻ ഫീസ് ഇല്ല. നിങ്ങൾ ഈ ബിസിനസ്സിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ആരെ കയ്യിൽ നിന്നും ഇത് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഒരു 10 രൂപ വാങ്ങിക്കുന്നില്ല. നിങ്ങൾക്ക് ഫ്രീ എൻട്രി ആണ്. എൻട്രി ചെയ്തതിന് ശേഷം ഇതിൻ്റെ അകത്തുള്ള ഉൽപ്പന്നങ്ങൾ, നിങ്ങൾക്ക് ആവശ്യപ്പെട്ട ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. പർച്ചേസ് ചെയ്തതിന് ശേഷം നിങ്ങൾ അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഹാപ്പി ആണെങ്കിൽ നിങ്ങൾക്കിത് മറ്റുള്ളവരിലേക്ക് റെക്കമെൻഡ് ചെയ്യുമ്പോൾ അതിൽ നിന്നൊരു വരുമാനം നമുക്ക് കിട്ടുന്നുണ്ട്. ആ വരുമാനം എന്ന് പറയുന്നത് നിങ്ങൾക്ക് പല ആൾക്കും, പിന്നെ സ്ത്രീകൾക്കാണെങ്കിലും ഒരു 100 രൂപയോ 200 രൂപയോ പെട്ടെന്ന് വേണമെങ്കിൽ ഒരു പക്ഷേ ഹസ്ബൻഡിനോടോ അല്ലെങ്കിൽ മറ്റുള്ളവരോട് ചോദിക്കേണ്ടി വരും, ജോലി ചെയ്യാത്ത വ്യക്തികളാണെങ്കിൽ. എന്നാൽ നമ്മുടെ ഉൽപ്പന്നം ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം 2 പേസ്റ്റ് ഒരാൾക്ക് റെക്കമെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 100 രൂപ ലാഭം, മറ്റുള്ളവരോട് ചോദിക്കേണ്ട. ഇനി 95 ആണെങ്കിൽ 700 750 അടുത്ത് റീറ്റെയിൽ പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. അതുപോലെ നമ്മുടെ സാധാരണ എല്ലാ പ്രൊഡക്റ്റും സെയിൽ ചെയ്യുന്ന സമയത്ത് അതിൽ റീറ്റെയിൽ പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. പക്ഷെ നമുക്കൊക്കെ വേണ്ടത് ഈ റീറ്റെയിൽ പ്രോഫിറ്റ് മാത്രമല്ല, ഇതിലൊരു പാസീവ് ഇൻകം ഉണ്ട്. നമ്മള് സ്ഥലത്തില്ലെങ്കിൽ കൂടി നമുക്ക് വരുമാനം കിട്ടുന്ന ഒരു രീതിയാണ് പാസീവ് ഇൻകം. അതായത് നമ്മൾ ഒരാളെയോ 2 ആളെയോ പരിചയപ്പെടുത്തുന്നു, അവർക്ക് പ്രോഫിറ്റിന് വേണ്ടി അവർ വർക്ക് ചെയ്യുമ്പോൾ അതിന്റെ ഒരു പ്രോഫിറ്റ് നമുക്ക് കൂടി കിട്ടുന്നു. മാച്ചിങ്ങിന്റെ 12% ഗവൺമെന്റ് ഇൻകം ടാക്സ് കൊടുത്തിട്ടാണ് ഈ പ്രോഫിറ്റ് ഒക്കെ നമുക്ക് കിട്ടുന്നത്. ഒന്ന്, നമ്മൾ ഇതെന്താണെന്ന് മനസ്സിലാക്കുക. എല്ലാം പഠിച്ചുകൊണ്ട് ഈ ബിസിനസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിബിലിറ്റി ഉള്ള കാര്യമല്ല. 1 by 1 ആയിട്ട് നിങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്ന സമയത്താണ് അതിനെക്കുറിച്ച് പഠിക്കുക. ഒരു പക്ഷേ 5 ആളോടോ 10 ആളോടോ ബിസിനസ് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനകത്ത് ഒരാളായിരിക്കും നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്യുക. ചിലപ്പോൾ ആ ഒരാളും വരണമെന്നില്ല. പക്ഷെ 10 ആളോട് ബിസിനസ് പറഞ്ഞ് 11ാമത്തെ ആളോട് ബിസിനസ് പറയാനുള്ള ഒരു മാനസികാവസ്ഥ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. എന്നെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 40-ന് മുകളിൽ ആളോട് ബിസിനസ് പറഞ്ഞപ്പോഴാണ് ഒരാൾ എന്റെ കൂടെ അസോസിയേറ്റ് ചെയ്തത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഇൻഡസ്ട്രി പെട്ടെന്ന് അങ്ങോട്ട് ദഹിക്കില്ല. ഈ പറയുന്ന നിങ്ങൾക്കാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിക്കുക. ഫസ്റ്റ് നിങ്ങളോട് ഈ ബിസിനസിനെ കുറിച്ച് പറയുമ്പോൾ 2 രീതിയിലാണ് ഈ ബിസിനസ്സിലേക്ക് വരുന്നത്. ഒന്ന്, പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് വരുന്നവരുണ്ട്. ചില ആൾ പറയും എനിക്ക് പ്രൊഡക്റ്റ് ഒന്നും സെയിൽ ചെയ്യാനൊന്നും പറ്റില്ല, പക്ഷെ ഈ ബിസിനസ് പ്ലാൻ ഞാൻ മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ട് അങ്ങനെ ടീമിനെയൊക്കെ ഡെവലപ്പ് ചെയ്തിട്ട് വരാം. 2 രീതിയിൽ ആൾ വരുന്നുണ്ട്. പക്ഷെ എങ്ങനെയാണെങ്കിലും നിങ്ങൾ ഇതിനെക്കുറിച്ചൊന്നും പഠിക്കാൻ വേണ്ടിയിട്ടൊന്നും തയ്യാറാവുക. നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ നിങ്ങളുടെ അപ്ലൈ ലീഡേഴ്സിനോട്, നിങ്ങളെ കൂട്ടിക്കൊണ്ടുവന്ന വ്യക്തികളോട് ചോദിക്കുക. അവർക്കും അറിയില്ലെങ്കിൽ അതിന് മുകളിലുള്ള വ്യക്തികളോട് ചോദിക്കുക. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോണിൽ സെർച്ച് ചെയ്താൽ മതി, ടോപ്പ് 10 ഡയറക്ട് സെല്ലിംഗ് കമ്പനി ഇൻ ഇന്ത്യ എന്ന് അടിച്ചു കഴിഞ്ഞാൽ ആദ്യം വരുന്ന കമ്പനി നമ്മുടെ മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. അതിന് നല്ലൊരു കയ്യടി നിങ്ങൾക്ക് കൊടുക്കാം. രണ്ടാമത്, ആയുഷ് പ്രീമിയം സർട്ടിഫിക്കേഷൻ. നമ്മൾ ആയുർവേദ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുമ്പോൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, കടകളിലൊക്കെ ആയുർവേദ ഉൽപ്പന്നങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷെ ആയുഷ് പ്രീമിയം സർട്ടിഫൈഡ് ചെയ്ത 24-ന് മുകളിൽ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് നമ്മുടെ കമ്പനി. ആയുഷ് എന്ന് വെച്ചാൽ എന്താ? ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി ആൻഡ് നാച്ചുറൽപതി. ഇംഗ്ലീഷ് ചികിത്സാ സമ്പ്രദായം ഒഴികെ ബാക്കി എല്ലാ ചികിത്സാ സമ്പ്രദായത്തെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു മിനിസ്ട്രിയാണ് ആയുഷ് മിനിസ്ട്രി. ചിലപ്പോഴേ നിങ്ങളോട് ആരെങ്കിലും ഒക്കെ പറഞ്ഞു നിങ്ങൾ ഇതൊക്കെ കൊടുക്കാൻ എന്ത് റൈറ്റാ നിങ്ങൾക്കുള്ളത്, ഉള്ളിൽ കഴിയുന്ന ഉൽപ്പന്നല്ലേ, അഥവാ തട്ടിപ്പോയാലോ ചോദിച്ചേക്കാം. എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്നേരം ഞാൻ ബൊബ്ബ പേടിച്ചു, കാരണം എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ എന്റെ അപ്ലൈ ലീഡേഴ്സിനോട് ചോദിച്ച സമയത്ത് കൃത്യമായിട്ട് ഇത് നോൺ പ്രിസ്ക്രിപ്ഷൻ മെഡിസിൻ കാറ്റഗറിയിൽ വരുന്ന ഉൽപ്പന്നമാണെന്നും ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിട്ട് നമ്മൾ വാങ്ങിക്കുന്ന മെഡിസിൻ കാറ്റഗറിയിലാണെന്നും ഇത് നോൺ പ്രിസ്ക്രിപ്ഷൻ മെഡിസിൻ കാറ്റഗറിയിൽ വരുന്ന ഉൽപ്പന്നമാണെന്നും ധൈര്യമായിട്ട് നമുക്ക് ആൾക്ക് കൊടുക്കാം. ഇതിനകത്തുള്ള കണ്ടന്റ്, അതിന്റെ മോളിക്യൂൾസ് ആണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് വരുന്നത്. ധൈര്യമായിട്ട് നമുക്ക് കൊടുക്കാം. കഫ് സിറപ്പിലാണെങ്കിൽ തുളസി, ആടലോടകം, കൊഴിഞ്ഞലി, ത്രിഫല, നീർമരുന്നൊക്കെ. ഇതൊക്കെ കഴിച്ചിട്ട് ആരെങ്കിലും ഇതേവരെ എന്തെങ്കിലും ആയിട്ടുണ്ടോ?
പക്ഷെ നമ്മുടെ കഫ് സിറപ്പ് കൊടുക്കുന്ന സമയത്ത് അതിന് അതിൻ്റെതായ റിസൾട്ട് കിട്ടുന്നുണ്ട്. അതില് ബാച്ച് ടു ബാച്ച് ചെക്ക് ചെയ്തിട്ടാണ് ഇത് പുറത്തേക്ക് വിടുന്നത്. ഒരു ബാച്ചിൽ ഒരു കണ്ടന്റ് കുറവാണെങ്കിൽ ആ പ്രൊഡക്റ്റ് നമുക്ക് മാർക്കറ്റിലേക്ക് ഇറക്കാൻ പറ്റില്ല. ഇതിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് അതിനെ കുറിച്ചിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. മറ്റൊരു കാര്യം, നമ്മൾ മുന്നോട്ടേക്ക് പോകണമെങ്കിൽ നമ്മൾ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല. നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സിസ്റ്റം കൂടി ഉണ്ടായിരിക്കണം. നിങ്ങളുടെ കൂടെ വരുന്ന ഒരു ഡിസ്ട്രിബ്യൂട്ടറെ കണ്ണിലെ കൃഷ്ണമണി പോലെ നിങ്ങൾക്ക് കൊണ്ടു നടക്കാൻ സാധിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അവരെ വലിയ ലീഡറാക്കി മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കും. മറ്റൊന്ന് കമ്മിറ്റ്മെന്റ് ആണ്. നമ്മൾ ചെയ്യുന്ന ജോലിയോടുള്ള ഒരു ഉത്തരവാദിത്തം അല്ലെങ്കിൽ ഒരു കൂറ് എന്നൊക്കെ പറയും. ചെയ്യുന്ന ജോലിയിൽ ആത്മാർത്ഥമായിട്ട് ചെയ്യുക, റിസൾട്ട് വന്നോളൂ. കഴിഞ്ഞ ദിവസം എനിക്കൊരു കോള് വന്നു മലപ്പുറത്ത് നിന്നാണ്. മലപ്പുറം ഇപ്പൊ അടുത്ത ദിവസം കുറച്ച് 2-3 മാസത്തിനുള്ളിൽ ഒരു ടീമിനെ ഞാൻ മലപ്പുറം ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അവിടുന്ന് എൻ്റെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ അവിടെ എൻ്റെ കൂടെ കമ്പനിയിൽ ഞാൻ മുന്നേ വർക്ക് ചെയ്ത കമ്പനിയിൽ ഉണ്ടായിരുന്ന അവിടുത്തെ എൻ്റെ കൂടെയുള്ള ഒരു സ്റ്റാഫാണ്. അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന്റെ വൈഫിന്റെ കൂടെ ജോയിൻ ചെയ്തൊരു വ്യക്തിയാണ്. ഹോസ്പിറ്റലൈസ് ചെയ്തിരിക്കുകയാണ്. ഹോസ്പിറ്റലൈസ് ചെയ്തിട്ട് കഴിഞ്ഞ 2 ദിവസം മുന്നേ ഞാൻ ഇവിടെ ഫുഡൊക്കെ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ അവിടുന്ന് എനിക്ക് കോൾ വരുന്നത്, സാറേ ഞാൻ നാളെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവും, അത് കഴിഞ്ഞ് തിങ്കളാഴ്ച എൻ്റെ കൂടെ 2 ആളും ഉണ്ടാവും ഈ പ്രോഗ്രാമിനെന്ന് പറഞ്ഞു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരു വ്യക്തി, ആ ഒരു ഉള്ളിലുള്ള ഒരു സംഭവം, ആ വ്യക്തി അഫ്സത്ത് എന്ന പേര് ഒന്ന് മേഡം ഒന്ന് എഴുതിയിരിക്കാൻ പറ്റുമോ പ്ലീസ്? ഓക്കെ, താങ്ക് യു മേഡം പ്ലീസ്. മലപ്പുറം തിരൂരിൽ നിന്നാണ് അവർ വന്നിരിക്കുന്നത്. രാവിലെ പുലർച്ചയ്ക്ക് ആ ട്രെയിനിൽ കാസർഗോഡും ഈ തിരൂരിൽ നിന്നൊക്കെയുള്ള നന്ന നേരത്തെ വന്ന വ്യക്തികളാണ്. കണ്ണൂരിലുള്ള വ്യക്തികൾ പുറപ്പെടുന്നതിനെക്കാട്ടി 2-3 മണിക്കൂർ മുന്നേ പുറപ്പെട്ടിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു വന്നത്, നമ്മളിതൊരു പാഷനായിട്ട് കാണുക. നമ്മളൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആത്മാർത്ഥമായിട്ട് ചെയ്യുവാണെങ്കിൽ അതിൽ വിജയം ഉണ്ടാവും. അതായത് ഒരു കാര്യം ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ പ്രകൃതി പോലും നിങ്ങളുടെ കൂടെ നിൽക്കും എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഈ ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്യണമെങ്കിൽ